ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ? മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? മിസ് നിങ്ങളടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ രീതിയിലുള്ള ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേര് എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളത് മക്കൾ നിങ്ങളുടെ ക്ലാസ് ഡിവിഷനും എഴുതണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? റീഡ് ആൻഡ് റൈറ്റ് എന്നതാണ് മക്കളെ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം വരുന്നത്. എന്താണ്? റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദി സ്റ്റോറി ഗിവൺ ബിലോ. കൂട്ടുകാർക്ക് അവിടെ വായിക്കാനായിട്ട് മക്കളെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റോറിയാണ് മക്കളെ. അപ്പൊ ആദ്യം മക്കൾ എന്ത് ചെയ്യണം? ആ സ്റ്റോറി നന്നായിട്ട് വായിക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തിട്ട് നമുക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂടി നമ്മുടെ ചോദ്യ പേപ്പറിലുണ്ട്. ആ സ്റ്റോറി കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ആ ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് മക്കൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് ഷുവർ ആണ് കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മക്കൾക്ക് വായിക്കാനായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ആ ഒരു സ്റ്റോറി ആയിക്കോട്ടെ, ഒരു പാരഗ്രാഫ് ആയിക്കോട്ടെ, 2 തവണ മക്കൾ എന്ത് ചെയ്യാം? അതൊന്ന് വായിക്കാം. ഓക്കെ, അതിനുശേഷം മക്കള് ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. 5 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് അവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ മക്കൾക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കാം. നോക്കിക്കേ. ദിൽന ആൻഡ് ഐസക് were playing outside happily. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ദിൽന ആൻഡ് ഐസക് were playing outside happily. നമ്മുടെ ദിൽനയും ഐസക്കും കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ? പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ദിൽനയും ഐസക്കും പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Suddenly ദിൽന stopped. Oh, I lost one of my slippers. ദിൽന shouted. അങ്ങനെ അവർ കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ദിൽന എന്ത് ചെയ്തു? സ്റ്റോപ്പ് ആയില്ലേ? എന്നിട്ട് അവള് പറയാണ്, ഓ ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്. എനിക്ക് എന്ത് നഷ്ടമായി? എന്റെ ഒരു സ്ലിപ്പേഴ്സിൽ, അതായത് മക്കളെ അവളുടെ ഒരു ചെരുപ്പ് നഷ്ടമായി എന്ന് ആര് പറഞ്ഞു? ദിൽന പറഞ്ഞു അല്ലേ? They looked under the bench, near the swing and everywhere. അവരെന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? They look under the bench. അവർ ഇവിടെ നോക്കി മക്കളെ? ബെഞ്ചിന്റെ താഴെ നോക്കി. Near the swing, ഊഞ്ഞാലയുടെ അടുത്ത് നോക്കി. And everywhere, അല്ലെ? എല്ലായിടത്തും നോക്കി. No slipper. പക്ഷെ അവിടെ ഒന്നും എന്തില്ലായിരുന്നു മക്കളെ? അവളുടെ ചെരുപ്പ് ഇല്ലായിരുന്നു അല്ലെ? Suddenly they heard woof. It was neighbor's puppy. പെട്ടെന്ന് അവർ എന്ത് കേട്ടു മക്കളെ? വൂഫ് എന്ന് പറയുന്ന ഒരു സൗണ്ട് കേട്ടു അല്ലെ? അത് ആരുടെ സൗണ്ട് ആണ് മക്കളെ? നൈബേഴ്സ് പപ്പി. നൈബർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ വീടിനടുത്തുള്ള അല്ലെ, അതായത് നമ്മുടെ അയൽവാസിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൈബർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നൈബേഴ്സ് പപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ നൈബറുടെ വീട്ടിലുള്ള പപ്പി അല്ലെ? അതായത് ഡോഗിന്റെ കുഞ്ഞിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? പപ്പി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ഒരു പപ്പിയുടെ സൗണ്ട് കേട്ടു അല്ലെ? It had the slippers in its mouth. Come here, puppy, said Isaac. എന്താ മക്കളെ സംഭവിച്ചിട്ടുള്ളത്? It had the slippers in its mouth. നമ്മുടെ പപ്പിയുടെ വായ്ക്കകത്ത്, മൗത്തിനകത്ത് എന്തുണ്ടായിരുന്നു മക്കളെ? കളഞ്ഞു പോയിട്ടുള്ള സ്ലിപ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? Come here, puppy, said Isaac. അത് കണ്ടപ്പോൾ നമ്മുടെ ഐസക് എന്ത് പറഞ്ഞു? Come here, puppy. പപ്പി ദാ ഇവിടെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? The puppy ran to them. It dropped the slipper down. പപ്പി എന്ത് ചെയ്തു മക്കളെ? അവരുടെ അടുത്തേക്ക് ഓടി വരികയും ആ സ്ലിപ്പർ എന്ത് ചെയ്തു? താഴേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു അല്ലേ? സില്ലി പപ്പി, said ദിൽന. അത് കണ്ടപ്പോൾ നമ്മുടെ ദിൽന പപ്പിയോട് എന്താ പറഞ്ഞത്? സില്ലി പപ്പി എന്ന് പറഞ്ഞു അല്ലേ? They gave it a biscuit. എന്നിട്ട് അവരെന്ത് ചെയ്തു? അതിനൊരു ബിസ്ക്കറ്റ് കൊടുത്തു അല്ലേ? The puppy wagged its tail. The puppy wagged its tail. എന്താ മക്കളെ? വാഗ്ഡ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇളക്കുന്നതിനാണല്ലേ? എന്ത് ഇളക്കി എന്നാ പറഞ്ഞത്? വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വാല് അല്ലേ? മക്കൾ കണ്ടിട്ടുണ്ടോ ഈ ഡോഗ് പോലുള്ള ജീവികളൊക്കെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുക എങ്ങനെയാണ്? വാലിളക്കിക്കൊണ്ടാണ് അല്ലെ? വാലാട്ടിക്കൊണ്ടാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുക അല്ലെ? അപ്പൊ നമ്മുടെ പപ്പിയും എന്ത് ചെയ്തു? അതിന്റെ ടെയില് വാഗ് ചെയ്തു അല്ലേ? Just then it ran off again. അതിനുശേഷം അതെന്ത് ചെയ്തു മക്കളെ? വീണ്ടും ഓടിപ്പോയി അല്ലേ? Where is it going now? asked Isaac. അപ്പൊ ഐസക്കിന് ഒരു സംശയം, എവിടേക്കാണ് ഇപ്പൊ അത് പോയിട്ടുള്ളത്?
they followed the puppy. അവരെന്ത് ചെയ്തു? they followed the puppy. അവര് പപ്പിയെ ഫോളോ ചെയ്ത് പോയില്ലേ? it stopped near a bush. അത് എവിടെ പോയി നിന്നു മക്കളെ? ഒരു ബുഷ് ചെടിയുടെ അടുത്ത് പോയിട്ട് നിന്നു അല്ലേ? inside they saw Isaac's toy car. എന്താ മക്കളെ? ആ ബുഷിന്റെ ഉള്ളിലായിട്ട് അവർ എന്ത് കണ്ടു? നമ്മുടെ ഐസക്കിന്റെ ടോയ് കാർ കണ്ടു. Okay, my red car, I lost it last week, said Isaac. അത് കണ്ടത് നമ്മുടെ ഐസക് എന്ത് പറഞ്ഞു? my red car, എന്റെ ചുവപ്പ് കാർ അതാ ലാസ്റ്റ് വീക്കില് എന്റെ കയ്യിൽ നിന്ന് എനിക്ക് മിസ്സായി പോയിട്ടുള്ള റെഡ് കാർ ആണ് എന്ന് ആര് പറയാണ് മക്കളെ? ഐസക് അത് കണ്ടതും ഉറക്കെ പറയാണ് അല്ലേ? the puppy found that too, said ദിൽന. അപ്പൊ ദിൽന പറയാണ് പപ്പി എന്ത് ചെയ്തിട്ടുണ്ട്? അതും കണ്ടുപിടിച്ചു അല്ലേ? മിസ്സായി പോയിട്ടുള്ള റെഡ് കാറും ആര് കണ്ടുപിടിച്ചിട്ടുണ്ട്? പപ്പി കണ്ടുപിടിച്ചു എന്ന് പറയാണ് അല്ലേ? Mom came outside. What happened? അപ്പോഴാണ് അമ്മ പുറത്തേക്ക് വന്നത് അല്ലേ? എന്നിട്ട് ചോദിക്കുകയാണ് what happened? എന്ത് പറ്റിയില്ലേ? എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. I found out my slipper, said ദിൽന. അപ്പൊ ദിൽന എന്ത് പറഞ്ഞു മക്കളെ? I find out my slipper. ഞാൻ എന്ത് കണ്ടുപിടിച്ചു? എന്റെ സ്ലിപ്പർ അല്ലേ? എന്റെ ചെരുപ്പ് കണ്ടുപിടിച്ചു. And my toy car too, said Isaac. അപ്പൊ ഐസക് എന്ത് പറഞ്ഞു മക്കളെ? എന്റെ ടോയ് കാറും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ള സ്റ്റോറി കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ വായിക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക? മക്കൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക. ബാക്കി നിങ്ങളുടെ ടീച്ചേഴ്സിന് ഹെൽപ്പ് ഒക്കെ മേടിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യനിലോട്ട് പോവാ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. I lost one of my slippers. Who shouted so? എന്താ മക്കളെ പറഞ്ഞത്? I lost one of my slippers. എനിക്ക് എന്റെ ഒരു സ്ലിപ്പർ നഷ്ടമായില്ലേ? ആരായിരുന്നു മക്കളെ അങ്ങനെ പറഞ്ഞ് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരായിരുന്നു? നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. ആരുടെ സ്ലിപ്പർ ആണ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നത്? യെസ്, ദിൽനയുടേതാണല്ലോ. അപ്പൊ ദിൽനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൂട്ടുകാർ അവിടെ എന്ത് എഴുതണം മക്കളെ? ദിൽന എന്നത് ആൻസർ എഴുതണം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? സ്റ്റോറി കൃത്യമായിട്ട് മക്കൾ വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതല്ലുള്ളൂ. അതാണ് മിസ് പറഞ്ഞത്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും 5 മാർക്ക്, അതായത് ഈ ഒരു പ്രവർത്തനത്തിന് 7 തന്നെ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആൻസർ മിസ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What did the puppy have in its mouth? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? What did the puppy have in its mouth? പപ്പിയുടെ വായ്ക്കകത്ത് എന്തായിരുന്നു മക്കളെ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു? എന്തായിരുന്നു? സ്ലിപ്പർ ആണ് അല്ലെ? സ്ലിപ്പർ ആണ്, അതായത് ചെരുപ്പായിരുന്നു ആരുടെ വായ്ക്കകത്ത് ഉണ്ടായിരുന്നത്? പപ്പിയുടെ വായ്ക്കകത്ത് ഉണ്ടായിരുന്നത്. ആരുടെ സ്ലിപ്പർ ആയിരുന്നു മക്കളെ? ദിൽനയുടെ സ്ലിപ്പർ ആയിരുന്നു. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ 2 ക്വസ്റ്റ്യന്റെയും ആൻസർ മക്കൾ കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ കൂട്ടുകാർക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദിൽന ആൻഡ് ഐസക് ഗേവ് ദി പപ്പി എ ഡാഷ്. ദിൽനയും ഐസക്കും കൂടി പപ്പിക്ക് എന്തായിരുന്നു മക്കളെ കൊടുത്തിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില കൂട്ടുകാർക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ മക്കൾക്ക് അവിടെ ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്. മിസ് ജസ്റ്റ് അതൊന്ന് വായിക്കാം. ടോയ്, ബനാന, ബിസ്ക്കറ്റ്, ഫ്ലവർ. എന്താ മക്കളെ കൊടുത്തത്? ടോയ് ആണോ, ബനാന അല്ലെ, പഴമാണോ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആണോ, അല്ലെങ്കിൽ ഫ്ലവർ അല്ലെ, പൂവാണോ കൊടുത്തത്? എന്തായിരുന്നു മക്കളെ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ സി, ബിസ്ക്കറ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദിൽന ആൻഡ് ഐസക് ഗേവ് ദി പപ്പി എ ബിസ്ക്കറ്റ്. ഓക്കെ അല്ലേ മക്കളെ? 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐസക്സ് ടോയ് കാർ ഈസ് ഡാഷ് ഇൻ കളർ. ഐസക്സ് ടോയ് കാർ ഈസ് ഡാഷ് ഇൻ കളർ. നമ്മുടെ ഐസക്കിന്റെ ടോയ് കാർ ഏത് കളറായിരുന്നു മക്കളെ? ഏത് കളറായിരുന്നു? യെസ്, റെഡ് കളറായിരുന്നു. അപ്പൊ ഏതാണ്? റെഡ് കളറാണ്. നമുക്ക് ഓപ്ഷനിൽ ഉണ്ട് കേട്ടോ. ബ്ലൂ, റെഡ്, ബ്ലാക്ക്, വൈറ്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ എത്ര സ്കോർ കിട്ടി? നമുക്ക് 4 പോയിന്റ് കിട്ടിയില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. Pick out the word from the story that means the young one of a dog. മിസ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? Pick out the word from the story that means young one of a dog. അതായത് മക്കളെ, നമ്മുടെ സ്റ്റോറിയിൽ ഒരു ഡോഗിന്റെ യങ് വൺ, അതായത് ഡോഗിന്റെ കുഞ്ഞിന് പകരമായിട്ട് കുഞ്ഞിന് പറയുന്ന ഒരു പേര് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ പേര് എന്നാണ് ചോദിച്ചത്. ഡോഗിന്റെ യങ് വൺ ആരാ മക്കളെ? നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? യെസ്, പപ്പിയാണ് അല്ലെ? സിമ്പിൾ ആണ് മക്കളെ. നമുക്ക് ഓൾറെഡി നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. അപ്പൊ ആരാണ് മക്കളെ? പപ്പിയാണ്. സിമ്പിൾ അല്ലേ മക്കളെ?
ഇതുപോലെ ആ ഒരു സ്റ്റോറി വായിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും അതൊന്ന് വായിച്ചെടുത്താൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക, മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക കേട്ടോ. ദെൻ അടുത്തൊരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പോവാം. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ. ഇനി ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. During summer vacation, Dilna went to her grandma's house. Grandma warmly welcomed her. She made payasam for Dilna. Complete the conversation. എന്താ മക്കളെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഒരു സമ്മർ വെക്കേഷനിൽ ദിൽന എവിടെ പോയിട്ടുണ്ട് മക്കളെ? ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോയില്ലേ? അപ്പൊ ഗ്രാൻഡ്മ അവരെ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഗ്രാൻഡ്മ ദിൽനയ്ക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്മയും ദിൽനയും തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ കുറച്ച് പോർഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിലുള്ള ബാക്കി പോർഷൻ മക്കളടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് വായിക്കാം. ഗ്രാൻഡ്മ പറയാണ്, ദിൽന കം ഹിയർ. എന്താ പറഞ്ഞിട്ടുള്ളത്? ദിൽന കം ഹിയർ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ദിൽന എന്താ പറഞ്ഞത്? Is there anything special, grandma? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഗ്രാൻഡ്മ എന്ന് ചോദിച്ചു അല്ലേ? അപ്പൊ ഗ്രാൻഡ്മ എന്ത് പറഞ്ഞു? യെസ് എന്ന് പറയുന്നുണ്ട്. ബാക്കി ഭാഗം മക്കള് ഫിൽ ചെയ്യണം. യെസ് എന്ന് പറഞ്ഞ ശേഷം ഗ്രാൻഡ്മ എന്തായിരിക്കും പറയാ? പ്രത്യേകം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഗ്രാൻഡ്മ എന്ത് മെയ്ഡ് ചെയ്തിട്ടുണ്ട്? പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഗ്രാൻഡ്മ അത് പറയില്ല മക്കളെ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗ്രാൻഡ്മ അതല്ലേ മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ. ദിൽന ചോദിക്കുകയാണ്, യു നോ. ദിൽന പറയാണ്, യു നോ ഐ ലൈക്ക് പായസം. നിങ്ങൾക്ക് അറിയോ എനിക്ക് എന്ത് ഇഷ്ടമാണ്? പായസം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അല്ലേ? എഗെയിൻ നമ്മുടെ ഗ്രാൻഡ്മ പറയുന്നത്, ഹാവ് ഇറ്റ് മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ്. നീ വേഗം ഇത് കുടിക്കി, എന്നിട്ട് എന്നോട് പറ എങ്ങനെയുണ്ട് അതിന്റെ ടേസ്റ്റ് എന്ന് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ദിൽന പറഞ്ഞിട്ടുള്ള മറുപടിയാണ് മക്കൾ ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ഗ്രാൻഡ്മ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്, ഐ വിൽ മേക്ക് ഓൺലി ദി ബെസ്റ്റ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഞാൻ നിനക്ക് എപ്പോഴും നല്ലത് മാത്രമേ ഉണ്ടാക്കി തരുള്ളൂ അല്ലെ? നിനക്ക് വേണ്ടിട്ട് നല്ലത് മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ദിൽന പറയുന്ന ആ ഒരു ഡയലോഗും കൂടി മക്കളെടുത്ത് അവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിൽ യു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ക്വസ്റ്റ്യൻ ആണ് അവൾ അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ ഗ്രാൻഡ്മയുടെ ഒരു മറുപടിയും കൂടിയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് ലെങ്തി കോൺവെർസേഷൻ ആണ് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ആൻസർ നോക്കാം മക്കളെ. ഗ്രാൻഡ്മ, ദിൽന കം ഡിയർ. ദിൽന, ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ? ഗ്രാൻഡ്മ, യെസ് ഐ മേഡ് പായസം ഫോർ യു. ദിൽന, യു നോ ഐ ലൈക്ക് പായസം. ഗ്രാൻഡ്മ, ഹാവ് ഇറ്റ് മൈ ഡിയർ and tell me how it is. It is very delicious. Grandma, I will make only the best for my little princess. Dilna, will you make it again tomorrow? Yes, sure dear. താങ്ക് യു ഗ്രാൻഡ്മ. അപ്പൊ എന്താ മക്കളെ അവര് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഗ്രാൻഡ്മ അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നീ പായസം കുടിച്ചതിന് ശേഷം അത് എങ്ങനെയുണ്ട് എന്ന് പറയാനായിട്ട്. അപ്പൊ അവൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് വെരി ഡെലീഷ്യസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, ദെൻ പിന്നെയോ? പിന്നെ എന്ത് കൂടി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ദിൽന? വിൽ യു മേക്ക് ഇറ്റ് അഗെയിൻ ടുമോറോ? വിൽ യു മേക്ക് ഇറ്റ് അഗെയിൻ ടുമോറോ? നാളെ നിങ്ങൾ ഇത് വീണ്ടും ഉണ്ടാക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഗ്രാൻഡ്മ എന്താ പറഞ്ഞത്? യെസ് ഷുവർ ഡിയർ. അപ്പം ദിൽന തിരിച്ചു പറയാണ്, താങ്ക് യു ഗ്രാൻഡ്മ. കണ്ടോ മക്കളെ? അപ്പൊ കുറച്ച് ലെങ്തി കോൺവെർസേഷൻ ആണ്, എങ്കിലും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോയാൽ നന്നായിരിക്കും കേട്ടോ. ക്ലിയർ അല്ല മക്കളെ? ദെൻ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം മക്കളെ. ഡയറി റൈറ്റിംഗ് ആണ്. നോക്കിക്കേ, അവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? നമ്മുടെ ദിൽനയും അതുപോലെ തന്നെ ദിൽനയുടെ ഗ്രാൻഡ് മദറിനൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണാം. ദിൽന went to see the village site with her grandma. ദിൽന എന്ത് ചെയ്തു? അവളുടെ ഗ്രാൻഡ്മയോടൊപ്പം വില്ലേജിലുള്ള ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ പോയതാണ് അല്ലേ? Grandma took her to the nearby paddy field, pond and hills. നമ്മുടെ ഗ്രാൻഡ്മ എന്ത് ചെയ്തു മക്കളെ? അവളെ കൂട്ടിയിട്ട് അടുത്തുള്ള പാഡി ഫീൽഡ് അല്ലെ, വയലിലേക്കും അതുപോലെ പോണ്ട് കുളത്തിലേക്കും അതുപോലെ തന്നെ ഹിൽസ് അല്ലെ, കുന്നുകളിലേക്കും ഒക്കെ കൊണ്ടുപോയി അല്ലേ? She enjoyed the beauty of the village in the night. Grandma told her many stories. അവൾ എന്ത് ചെയ്തു മക്കളെ? She enjoyed the beauty of village. അവൾ ആ ഒരു ഗ്രാമത്തിന്റെ ഭംഗി നന്നായിട്ട് ആസ്വദിച്ചു അല്ലേ? In the night, Grandma told her many stories. അല്ലേ? രാത്രിയായ സമയത്ത് ഗ്രാൻഡ്മ എന്ത് ചെയ്തു? അവൾക്ക് ഒരുപാട് സ്റ്റോറീസ്, കഥകൾ പറഞ്ഞു കൊടുത്തു. കൂട്ടുകാർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മുത്തശ്ശിയൊക്കെ കഥകളും മറ്റും പറഞ്ഞു തരാറില്ലേ മക്കളെ? അതേപോലെ തന്നെ ദിൽനയുടെ ഗ്രാൻഡ്മ എന്ത് ചെയ്തു? അവൾക്ക് കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ? ദിൽന reached back home after spending holidays with grandma.
ദിൽന എന്ത് ചെയ്തു? ഹോളിഡേസിനൊക്കെ ശേഷം അവൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു അല്ലേ. ഷി വാസ് വെരി മച്ച് ത്രിൽഡ്. അവൾ ഒരുപാട് ത്രിൽഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ. ഷി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹെർ എക്സ്പീരിയൻസ് ഇൻ ഹെർ ഡയറി. അവൾ എന്ത് ചെയ്തു മക്കളെ? അവളുടെ എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ അവളുടെ ഡയറിയിൽ എഴുതാനായിട്ട് തുടങ്ങി അല്ലേ. ഹെൽപ് ദിൽന റൈറ്റ് ഹെർ ഡയറി. അപ്പൊ ദിൽനയെ അവളുടെ ഡയറി എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ അതിലെ ക്യാരക്ടർ, ഡയറി എഴുതാനായിട്ട് പോകുന്ന ക്യാരക്ടർ നിങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ സ്വയം ഇമാജിൻ ചെയ്യുക. ഇവിടെ നമ്മുടെ ദിൽനയല്ലേ ഡയറി എഴുതാൻ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഇമാജിൻ ചെയ്യുക, എന്താണ്? നിങ്ങളാണ് ദിൽന. നിങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സമ്മർ വെക്കേഷനിൽ ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോയതും ഗ്രാൻഡ്മ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കി തന്നതും കഥകൾ പറഞ്ഞു തന്നതും നിങ്ങളെ പാഡി ഫീൽഡിലേക്കും പോണ്ടിന്റെ അടുത്തേക്കും ഹിൽസിലേക്കും ഒക്കെ കൊണ്ടുപോയതും അവിടെയുള്ള വില്ലേജിലുള്ള ബ്യൂട്ടിഫുൾ സൈഡ്സ് എല്ലാം കാണിച്ചു തന്നതും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അനുഭവം വേണം എഴുതാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോവാം. ഡയറി എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മക്കളെ. ഡേറ്റും ഡേയും നിർബന്ധമാണ്. നമുക്ക് അതിന് പ്രത്യേകം മാർക്ക് ലഭിക്കും. ഓക്കെ, ഡയറി എൻട്രിക്ക് മക്കൾക്ക് 5 മാർക്കിനുള്ള ചോദ്യമാണ് വരണ്ടായിരിക്കുക. അതിലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇതേപോലെ ഡേറ്റും അതുപോലെ തന്നെ ഡേയും ഏതാ എന്നുള്ളതൊക്കെ എഴുതിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള മാർക്കുകൾ കൂടി സ്കോർ ചെയ്യാൻ പറ്റേ. നമുക്ക് ഡയറിയിലേക്ക് പോവാം മക്കളെ. നോക്കിക്കേ, വാട്ട് എ വണ്ടർഫുൾ വെക്കേഷൻ ഇറ്റ് വാസ്. എന്ത് വണ്ടർഫുൾ ആയിട്ടുള്ള വെക്കേഷൻ ആയിരുന്നു ഇത് എന്നല്ലേ. ഐ സ്പെൻഡ് സച്ച് എ ഗ്രേറ്റ് ടൈം അറ്റ് ഗ്രാൻഡ് മാസ് ഹൗസ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഒരു ഗ്രേറ്റ് ടൈമിൽ, അതായത് കൂടുതൽ സമയം ഞാൻ എവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഗ്രാൻഡ്മയുടെ വീട്ടിലായിരുന്നു. ടുഡേ ഗ്രാൻഡ്മ ടുക്ക് മീ ടു സീ ദി ബ്യൂട്ടിഫുൾ വില്ലേജ് സൈറ്റ്സ്. എന്താ മക്കളെ പറഞ്ഞത്? ഇന്ന് ഗ്രാൻഡ്മ എന്നെ എവിടേക്ക് കൊണ്ടുപോയി? വില്ലേജിലുള്ള ആ ബ്യൂട്ടിഫുൾ സൈഡ്സ് എല്ലാം കാണിച്ചു തരാനായിട്ട് കൊണ്ടുപോയില്ലേ. ഷീ വാക്ക്ഡ് നിയർ ദി പാഡി ഫീൽഡ്സ്. അവരെവിടേക്ക് നടന്നു? പാഡി ഫീൽഡിന്റെ അടുത്തേക്ക് നടന്നു. ദ ഗ്രീൻ ഹിൽസ് അല്ലേ, അതായത് കുന്നുകളുടെ അടുത്തേക്ക് പോയി. ആൻഡ് എ ബിഗ് പോണ്ട് ഫിൽഡ് വിത്ത് ലോട്ടസ് ഫ്ലവർ, ഫിഷ് ആൻഡ് ഡക്സ്. പിന്നെ എവിടേക്കാ പോയത് മക്കളെ? ഒരു വലിയ പോണ്ടിന്റെ അടുത്തേക്ക് പോയില്ലേ. അവിടെ നിറയെ എന്തുണ്ടായിരുന്നു? ലോട്ടസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, ഡക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ദ വില്ലേജ് ഈസ് സോ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. ആ വില്ലേജ് എങ്ങനെയായിരുന്നു മക്കളെ? ഒരുപാട് പീസ്ഫുള്ളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള ഒരു വില്ലേജ് ആയിരുന്നു അല്ലേ. ഇൻ ദ നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് മീ മെനി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. രാത്രി ആയ സമയത്ത് ഗ്രാൻഡ്മ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഐ എൻജോയ്ഡ് എവറി മൊമെന്റ് വിത്ത് ഹർ. മുത്തശ്ശിയോട് കൂടിയേ ഞാൻ എന്ത് ചെയ്തു? ഒരുപാട് മൊമെന്റ്സ് എന്ത് ചെയ്തു? എൻജോയ് ചെയ്തു അല്ലേ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദീസ് ഹോളിഡേയ്സ്. ഞാൻ ഒരിക്കലും ഈ ഒരു ഹോളിഡേയ്സ് ഒന്നും ഫോർഗെറ്റ് ചെയ്യില്ല അല്ലെ, മറക്കില്ല. അപ്പൊ ഇത്രയാണ് അവൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡയറിയിൽ എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ കൂട്ടുകാർക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ജസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ഈ ഒരു ഭാഗങ്ങളിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ. നോക്കിക്കേ മക്കളെ, ഏതാണ്ടോ പാഡി ഫീൽഡ്, പോണ്ട്, ഹിൽസ്, ഗ്രാൻഡ്മ ടുക്ക് ഹർ ടു നിയർ പാഡി ഫീൽഡ്, പോണ്ട്, ഹിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സെന്റൻസ് ഒക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡയറിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രാൻഡ്മ ടുക്ക് ഹെർ എന്നുള്ളത് മാറ്റുക അല്ലെ, അവളുടെ മാറ്റിയിട്ട് മീ എന്നുള്ളതൊക്കെ ആക്കാം. ഓക്കെ, അപ്പൊ കുറച്ച് എഴുതാൻ പ്രയാസമൊക്കെ ഉള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആൻസറുകൾ കുറെയൊക്കെ പിക്ക് ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. കോൺവെർസേഷൻ ആയിട്ടും അതുപോലെ തന്നെ ഡയറി ആയിട്ടും ഒക്കെ കൂട്ടുകാർക്ക് എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.